നമ്മളൊന്നുകൂടെ കൊച്ചിയിലേക്ക് പോവുകയാണ്. അവിടെ വെളി ഗ്രൗണ്ടിൽ നിന്ന് നിധിൻ സേവർ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. നിധിൻ, എന്തായാലും ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉണ്ടാവുകയുള്ള ഒരല്പം കൂടി കഴിയണം. അതായത് ഒരു രാത്രിയൊക്കെ ആകുമ്പോഴേ എല്ലായിടത്തും ആളുകളും ലൈറ്റ് ഒക്കെ ഓണായി ആ ഒരു വൈബിലോട്ട് പോവുകയുള്ളൂ എന്നറിയാം. എന്നാലും വെളി ഗ്രൗണ്ടിൽ എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? ഈ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ വലിയ ആഘോഷ പരിപാടികളിലേക്ക് അല്പസമയത്തിനകം കടക്കും. നമുക്കിവിടെ ഈ 12 മണിക്ക് കത്തിക്കുന്ന പാപ്പാഞ്ഞി നമുക്കിവിടെ കാണാൻ സാധിക്കും. വലിയ പാപ്പാഞ്ഞി അത് കൃത്യം 12 മണിക്ക് കത്തിക്കുന്നതോടെ പുതിയ വർഷം പിറക്കും. ഏതായാലും ഈ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഒരു കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ വലിയ തോതിലുള്ള ലൈറ്റിംഗ് ക്രമീകരണങ്ങളൊക്കെ ആളുകൾക്കൊക്കെ വേണ്ടി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആളുകൾക്ക് കാണാനൊക്കെ വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ വലിയ തിരക്കുകളൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് ഈ ലൈറ്റിങ്ങുകളും അല്ലെങ്കിൽ DJ പരിപാടികളൊക്കെ ആസ്വദിക്കാനായി വലിയ തോതിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ പുറത്തു നിന്നൊക്കെ ആൾക്കാർ ഒരുപാട് പേരിങ്ങനെ വരുന്നത് കാണാൻ സാധിക്കും. ഇങ്ങോട്ടേക്ക് ഈ ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത് കാണിക്കാൻ വെളി ഗ്രൗണ്ടിലേക്ക് നിരവധി ആളുകൾ, അത് പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, യുവാക്കന്മാരുണ്ട്. കൂടുതലും യുവാക്കളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇത്തവണ 2 സ്ഥലത്ത് ഈ പോലീസ് 2 സ്ഥലത്ത് ഇത്തരത്തിൽ ഈ ആഘോഷങ്ങൾ ക്രമീകരിക്കുന്നത് കൊണ്ട് തന്നെ പോലീസിന് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് പോലീസ് കരുതുന്നത്. പ്രത്യേകിച്ച് കുറച്ചാളുകൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു പാപ്പാഞ്ഞി കത്തിക്കുന്ന പരിപാടി നടത്തിയിരുന്നത്. പക്ഷേ ഇത്തവണ 2 സ്ഥലത്ത് നടത്തുന്നതോടെ അത് കുറച്ചുകൂടി ഒരു സൗകര്യപ്രദമോ അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതോടെ വലിയ തിരക്കൊഴിവാക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. സ്വകാര്യ വാഹനങ്ങളുടെ യാത്രയൊക്കെ തന്നെ തോപ്പുമടി ഭാഗത്ത് നിന്ന് ഏകദേശം 3 മണിയോടുകൂടി തന്നെ തടഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്വകാര്യ വാഹനങ്ങൾ വിടുന്നില്ല. ഈ ഗ്രൗണ്ടുകൾ ഒരു 80% ഫില്ലായി കഴിഞ്ഞാൽ പിന്നീട് ആളുകളെ കയറ്റേണ്ടതില്ല, ഗ്രൗണ്ടിലേക്ക് കയറ്റേണ്ടതില്ല എന്നാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായി എന്ന് കഴിഞ്ഞ ദിവസം കമ്മീഷണറും ഒക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ആളുകൾക്ക് ഈ പാപ്പാഞ്ഞി കത്തിക്കുന്നതിന് മുമ്പ് ഇവിടെ നിരവധി കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഒരുപാട് DJ പരിപാടികൾ നടക്കുന്നുണ്ട്, കലാപരിപാടികൾ നടക്കുന്നുണ്ട്, ഡാൻസ് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്, ലൈറ്റ് ഷോകൾ നടക്കുന്നുണ്ട്. അങ്ങനെ നിരവധി എൻ്റർടൈൻമെൻറ്റുകൾ മണിക്കൂറുകൾ ആളുകൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഈ നമ്മൾ ഈ ഉത്സവങ്ങൾക്കും മറ്റുമൊക്കെ കാണുന്ന പോലെ കടകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഒരുപാട് ആളുകൾ, ഈ കുടുംബങ്ങൾ എത്തുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമുക്കിവിടെ ആളുകളൊക്കെ തന്നെ അവരുടെ പ്രതികരണങ്ങളൊക്കെ ചില കുടുംബങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട് അവരുടെ പ്രതികരണമൊക്കെ ചോദിക്കാൻ തോന്നുന്നു. അപ്പം എങ്ങനെയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് ഇവിടെ പുതുവത്സരം ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി എത്തിയതാണ്? എന്തൊക്കെയാണ് പരിപാടി? അപ്പോൾ പരിപാടി ഇവിടെ തന്നെ 12 മണി വരെ ഇവിടെ കാണുമോ? കാണും. എല്ലാ വർഷവും വരാറുണ്ടോ? കഴിഞ്ഞ വർഷം വന്നായിരുന്നു, പിന്നെ ഈ പ്രാവശ്യം വന്നു. അപ്പം ഇവിടെ തന്നെ ഇവിടെ ഉള്ളവരാണോ? ഇവിടെ തന്നെ കൊച്ചിയിൽ തന്നെ ഉള്ളവരാണ്. എല്ലാ വർഷവും ഇങ്ങോട്ട് വരാറുണ്ട്? ഇല്ലില്ല, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം TV-യിലൊക്കെ മാത്രം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ എന്ത് തോന്നുന്നു? ഇവിടെ ഇപ്പം തിരക്കൊന്നും ആയിട്ട് തുടങ്ങിയിട്ടില്ല, പക്ഷേ എപ്പോഴും കുറച്ച് കഴിയുമ്പോൾ വലിയ വൈബിലേക്കൊക്കെ പോകും. അപ്പോൾ എന്ത് തോന്നുന്നു? എക്സൈറ്റഡ് ആണ്, കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്, അതിന് വേണ്ടിയിട്ട് വന്നത്. അപ്പം ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഈ പരിപാടികൾ കാണാൻ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത് ഒരു ഫോർട്ട് കൊച്ചിക്കാരുടെ ആഘോഷമല്ല, കേരളം മുഴുവനുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. പ്രത്യേകിച്ച് ഈ ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞി കത്തിക്കുന്ന പരിപാടി അല്ലെങ്കിൽ കൊച്ചിൻ കാർണിവൽ എന്നത് കേരളം ഒട്ടാകെ വളരെ പ്രശസ്തമായ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. പോലീസ് പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യം, ഒന്ന് പൊതുഗതാഗതം യൂസ് ചെയ്ത് KSRTC അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾ ഇങ്ങോട്ടേക്ക് പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ച് വരിക. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 12 മണിക്ക് ശേഷം ആളുകളെല്ലാവരും ഒരുമിച്ച് തിരികെ പോകാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് പോലീസ് പ്രധാനമായും പറയുന്നത്. അപ്പോൾ ഈ വലിയ തിരക്കൊഴിവാക്കാൻ, പ്രത്യേകിച്ച് ഒരുമിച്ച് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകുമെന്നൊരു സംശയം പോലീസിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ എന്നോണമാണ് പോലീസ് ഈ ആളുകളെ ഒരുമിച്ചിറങ്ങേണ്ടത്. മുൻ വർഷങ്ങളിലൊക്കെ ഒരു പ്രധാന പരാതി 12 മണിക്ക് ആളുകളെ പോലീസ് ഇവിടെ നിന്നും നിർബന്ധിതരായി പറഞ്ഞു വിടുന്നത്. ഏതായാലും ഇത്തവണ അങ്ങനെ ഉണ്ടാകില്ല എന്ന് പോലീസിന് ഉറപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടുത്തെ ലൈറ്റിങ്ങുകളൊക്കെ ആരംഭിക്കും. പിന്നീട് അങ്ങോട്ട് വലിയ വൈബിലേക്ക് ഫോർട്ട് കൊച്ചി പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.